പൾസ് കൊടുത്താൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. ഇതിപ്പോൾ 0.1 സെക്കൻഡ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ആദ്യത്തെ ഞാൻ ചെയ്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് റിലേ കോണ്ടാക്ടർ അതിനെപ്പറ്റിയൊക്കെയുള്ളൊരു വീഡിയോ ആയിരുന്നു. പിന്നെ നമ്മൾ രണ്ടാമത് ചെയ്തത് DOL സ്റ്റാർട്ടറിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. പിന്നെ നമ്മൾ ചെയ്തത് ഇൻ്റർലോക്ക്, മോട്ടോർ റൊട്ടേഷൻ, അതിനെപ്പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ചെയ്തത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമറിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. ടൈമറിനെ കുറിച്ചുള്ള വീഡിയോ ചെയ്യാൻ കാര്യം, നമ്മളിനി അടുത്ത് ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ സ്റ്റാർ ഡെൽറ്റ കണക്ഷൻ അതിനെക്കുറിച്ചാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. സ്റ്റാർ എന്തിനാണ് കൊടുക്കുന്നത്, ഡെൽറ്റ എന്തിനാണ് കൊടുക്കുന്നത്, സ്റ്റാറിൽ നിന്ന് ഡെൽറ്റയിലോട്ട് എന്തിനാണ് മാറുന്നത്, പിന്നെ അതിൻ്റെ ഡ്രോയിങ്, അതിൻ്റെ കണക്ഷൻ, അതിൻ്റെ ഇൻ്റർലോക്ക്, വയറിങ്, അതെല്ലാം നമ്മൾ നമ്മൾ ഈ 3 എണ്ണം ചെയ്തില്ലേ, അതെല്ലാം ഒരുമിച്ച് ഈ സ്റ്റാർ ഡെൽറ്റ കണക്ഷനിൽ വരും. അതിനകത്ത് ടൈമർ വേണം, ഇൻ്റർലോക്ക് വേണം, മോട്ടറിൻ്റെ ചേഞ്ച് ഓവർ വേണം, ഇതെല്ലാം അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ 3 കാര്യങ്ങൾ പഠിച്ചാൽ മാത്രമേ നമുക്ക് സ്റ്റാർ ഡെൽറ്റ എന്താണെന്ന് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഒന്ന് നോക്കാം. ഇത് ഞാൻ ഇവിടെ 3 ടൈമർ കൊണ്ടുവന്നിട്ടുണ്ട്. ടൈമർ ഇതിൻ്റെ മോഡൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് രാമു എന്ന് പറയാം. രാമു എന്നാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. നമ്മൾ ചുമ്മാ രാമു എന്ന് പറയുന്നതാണ് കേട്ടോ. ഇത് RAMU എന്നാണ് അതിൻ്റെ മോഡൽ. ഇത് കണ്ടോ, RE17 RAMU രാമു. ഇതാണ് ഓൺ ഡിലേ എന്ന് പറയും. ഈ രാമുവാണ് ഓൺ ഡിലേ. ഓക്കെ, അടുത്ത RE17ൻ്റെ RCMU എന്ന് പറയുന്ന മോഡലുണ്ട്. ഇതാണ് ഓഫ് ഡിലേ. RCMU ഇത് ഓഫ് ഡിലേ ആണ്. ഈ മോഡൽ നമ്പർ നോക്കണം. RCMU എന്ന് പറഞ്ഞാൽ ഓഫ് ഡിലേ ആണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൾട്ടി ഫങ്ഷൻ റിലേ ആണ്. RMMU എന്ന് പറഞ്ഞാണ് മൾട്ടി ഫങ്ഷൻ. ഇതിനകത്ത് എല്ലാ ഫങ്ഷനും ഉണ്ട്. ഓൺ ഡിലേ, ഓഫ് ഡിലേ, ചേഞ്ച് ഓവർ, ഒരുപാട് ഫങ്ഷൻ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ നമുക്കതെല്ലാം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ആദ്യം നമ്മൾ ഇതിലെങ്ങനെ ടൈം സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ വയറിങ് ചെയ്ത ശേഷം അത് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഇപ്പോൾ നമുക്കൊരു എടുക്കുന്നത്, നമ്മൾ ഓൺ ഡിലേ ടൈമർ എടുക്കുകയാണ്. ഓൺ ഡിലേ, ഇത് ഓൺ ഡിലേ ആണ്. രാമു RAMU ഓൺ ഡിലേ. ഇതിൻ്റെ മോഡൽ നമ്പർ രാമു ആണ്, RAMU ആണ്. അതിൻ്റെ സീരിയൽ വരുന്നത് RE17 ആണ്. കോമൺ ആയിട്ട് RE17 ആണ്. പിന്നെ ഈ മോഡൽ വ്യത്യാസം വരുന്നത് രാമു എന്നുള്ള ഇതാണ്, RAMU. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ 1s 10s നമ്മുടെ സംഭവം അറിയും. 1s 10s, 1കൾ 10കൾ എന്ന് പറയും. 1s 10s. അപ്പോൾ നമ്മൾ എങ്ങനെ സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ? ശ്രദ്ധിച്ച് നോക്കി കാണാം. ഇതിൽ 0, 1 to 1 സെക്കൻഡാണ് ഈ പോയിന്റിൽ നമ്മൾ വെച്ചിരിക്കുന്നത്. ശ്രദ്ധിച്ച് നോക്കണേ. ഈ പോയിന്റിൽ വെച്ചേക്കുന്നത്, ഈ പോയിന്റ് ഒരു ആരോ മാർക്ക് ഉണ്ടോ, കാണാറുണ്ടോ? ഈ ആരോ മാർക്ക് നേരെ ഇരിക്കുന്നത് 0, 1 to 1 സെക്കൻഡിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് 1s ആണ്. ഒരു ടൈമിൽ വെച്ചാൽ മതി, ഒറ്റ ഇതിൽ സെറ്റ് ചെയ്യുക. നമുക്ക് പിന്നെ ഈ ടൺസ് വെച്ചിട്ട് 10 വരെ ചേഞ്ച് ചെയ്യാം. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ 0, 1 to 1 സെക്കൻഡ്, ഇപ്പോൾ നമ്മൾ ഇതിൽ 0യിൽ വെക്കുവാണെങ്കിൽ 01 ആയി, പിന്നെ 1ൽ വെക്കുവാണെങ്കിൽ 02 ആയി, 03 ആയി, 04 ആയി, 05 ആയി, 06, 07, 08, 09, 1 സെക്കൻഡ്. അങ്ങനെ നമുക്കത് സെലക്ട് ചെയ്യാം. പിന്നെ നമ്മളിത് നേരെ തിരിച്ചിട്ട് ഇവിടെ 1 സെക്കൻഡ് ടു 10 സെക്കൻഡ് എന്ന് കണ്ടോ, നമ്മൾ അതിലോട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിൽ സെറ്റ് ചെയ്ത് 1 to 10 ആണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ 1 വെച്ചാൽ 1 സെക്കൻഡ്, 2 വെച്ചാൽ 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്, 5 സെക്കൻഡ്, 7 സെക്കൻഡ്, 8 സെക്കൻഡ്, 9 സെക്കൻഡ്, 10 സെക്കൻഡ് വരെ ഇതിൽ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. നമ്മൾ 1 to 10 വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 5 സെക്കൻഡ് കഴിഞ്ഞാൽ ട്രിപ്പ് ഓൺ ആകണ്ടെങ്കിൽ ഇത് 1 to 10 സെക്കൻഡ് വെച്ചിട്ട് 5 വെച്ച് കഴിഞ്ഞാൽ 5 സെക്കൻഡാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ 6 to 60 സെക്കൻഡ്, ഇത് 6 വെച്ച് ഇങ്ങനെ കൂടി വരും. 6 സെക്കൻഡ്, 6 12 സെക്കൻഡ്, അങ്ങനെ കൂടി വന്നിട്ട് 60 സെക്കൻഡ് ആവും. 6 വെച്ചിട്ട് പ്ലസ് ആയി വരും. തന്നിരിക്കുന്നത് 1 to 10 മിനിറ്റ് എന്നാണ്. ഇത് 1 to 10 മിനിറ്റിൽ നമ്മൾ സെറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ 0യിൽ വെച്ച് കഴിഞ്ഞാൽ 1 മിനിറ്റ്, 2 മിനിറ്റ്, 3 മിനിറ്റ്, 4 മിനിറ്റ്, 5 മിനിറ്റ്, 6 മിനിറ്റ്, 7 മിനിറ്റ്, 8 മിനിറ്റ്, 9 മിനിറ്റ്, 10 മിനിറ്റ്, അങ്ങനെ നമുക്ക്
ഇത് ടെൻസുകളാണ്, ഇത് വൺസ്. ഇത് ഒരു ടൈമിൽ സെറ്റ് ചെയ്യുക. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് 1 തൊട്ട് 10 വരെ ആക്കാം. അതാണ് ഇതിൻ്റെ പ്രയോജനം. പിന്നെ അടുത്ത സെറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇത് സെറ്റ് ചെയ്തു. പിന്നെ അടുത്ത 6 തൊട്ട് 60 മിനിറ്റ് വരെയാണ്. 6 തൊട്ട് 60 മിനിറ്റ് വരെ. അപ്പോൾ മനസ്സിലായല്ലോ, 6 to 60 സെക്കൻഡ് എന്ന് 6 to 60 മിനിറ്റ് എന്ന് പറയുമ്പം 6 മിനിറ്റ്, പിന്നെ അടുത്ത പ്ലസ് 6 വരും 12 മിനിറ്റ്, പിന്നെയും പ്ലസ് ചെയ്ത് വരുമ്പോഴത്തേന് 18 മിനിറ്റ്. അങ്ങനെ അത് നമുക്ക് 60 മിനിറ്റ് വരെ ഇതിൽ സെലക്ട് ചെയ്യാം. അതിങ്ങനെ പ്ലസ് ചെയ്ത് അങ്ങ് പോവാം. പിന്നെ നമുക്ക് വരുന്നത് 1 to 10 അവറാണ്. കാണോ, ഈ 1 to 10 അവറിൽ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വെക്കുന്ന 1 മണിക്കൂർ, പിന്നെ 2 മണിക്കൂർ, 3 മണിക്കൂർ, 4 മണിക്കൂർ, 5 മണിക്കൂർ, 6 മണിക്കൂർ, 7 മണിക്കൂർ. ഇപ്പോൾ ഒരു സാധനം നമുക്ക് 1 മണിക്കൂർ ഓൺ ആയാൽ മതി. ഇപ്പോൾ കമാൻഡ് കൊടുക്കും, 1 മണിക്കൂർ ആകുമ്പോഴത്തേന് ഇതിൻ്റെ ഔട്ട്പുട്ട് വരും. അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമുക്ക് കാണുന്നത് 10 to 100 അവറാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ വെച്ച് കഴിഞ്ഞാൽ 10 അവർ, 20 അവർ, 30 അവർ, 40 അവർ, 50 അവർ. ഇത് ഡബിൾ വെച്ചിട്ട് ഡബിളായി പോകും. 90 അവർ, 100 അവർ. അങ്ങനെ മാക്സിമം നമുക്ക് 100 അവർ വരെ ഇതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മാക്സിമം നമുക്ക് 100 അവർ വരെ സെറ്റ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ടൈം സെറ്റ് ചെയ്യുന്നത്. ഇത് വൺസ്, ഇത് ടെൻസ്, അങ്ങനെയാണ് സംഭവം. ഓക്കെ, അപ്പോൾ ഇത് ഒരു ഏകദേശം മനസ്സിലായി കാണുമല്ലോ. ഇനിയിപ്പോൾ ഇതിൻ്റെ വയറിങ് നോക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ലേ, എല്ലാത്തിനും ഒരു A1 A2 കാണും. ഇതൊരു A1 ആണ്, ഇതൊരു A2 ആണ്. ഓക്കെ, ഇത് A1, ഇത് A2. ഇതിൽ സപ്ലൈ കൊടുക്കുമ്പോഴാണ് ഇത് സ്റ്റാർട്ടാകാൻ തുടങ്ങുന്നത്. പിന്നെ ഈ 15, 18, 16 എന്ന് പറഞ്ഞത് ഇതിൻ്റെ റിലേ ആണ്. റിലേ, ഓക്കെ. റിലേ മീൻസ് 15 നമുക്ക് കോമൺ കൊടുത്തു കഴിഞ്ഞാൽ 16 എപ്പോഴും NC സപ്ലൈ വന്നുകൊണ്ടിരിക്കും. ഡിലേ സ്റ്റാർട്ടായി കഴിയുമ്പോൾ, കമൻറ്റ് വന്നു കഴിയുമ്പോഴത്തേന് നമ്മുടെ 18 ഔട്ട്പുട്ട് വരും. ഓക്കെ, അതിൻ്റെ ഡ്രോയിങ് ഞാനൊന്ന് വരച്ച് കാണിക്കരുത് നിങ്ങളെ. ഓക്കെ, ഈ ഡ്രോയിങ് നോക്കി. ഈ 50 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കോമൺ ആണ്. ഈ കോണ്ടാക്റ്റ് നേരെ വന്ന് NC ആയിട്ട് ഇത് 16 വരുന്നത്. ഇത് എപ്പോഴും 16 എപ്പോഴും NC ആണ്. ഇതിനകത്ത് 16 NC, ഇത് കോമൺ 15. 80 എന്ന് പറഞ്ഞാൽ N ആണ്. നമ്മളെപ്പോഴും സപ്ലൈ കൊടുക്കുന്ന സമയത്ത് NCയിൽ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് വന്നുകൊണ്ടിരിക്കും, ഓൺ ആയിരിക്കും എപ്പോഴും. കമാൻഡ് വന്നു കഴിഞ്ഞ ട്രിഗർ ആയ ശേഷം നമുക്ക് ഇത് കട്ടായിട്ട് ഇതിലോട്ടാണ് ലൈൻ വരുന്നത്, 18. 80 NI ആണ്. കമാൻഡ് വന്ന ശേഷം നമ്മൾ സെറ്റ് ചെയ്ത ടൈം ആകുന്ന ശേഷം ഇത് വന്നിട്ട് ഇത് കോണ്ടാക്റ്റിലോട്ട് ഇത് മാറിയിട്ട് ഇത് കട്ടായിട്ട് ഇങ്ങോട്ട് കണക്ഷൻ ആവും. ഓക്കെ, അപ്പം ഇത് ക്ലോസ് ആവും. അങ്ങനെയാണ് നമ്മൾ ട്രിഗർ ആകുന്നത്. മനസ്സിലായല്ലോ, ഇതാണ് അതിൻ്റെ. ഇത് 15 ഈ സെൻട്രലിലുള്ളത്. NC എന്ന് പറഞ്ഞാൽ 16. ഓക്കെ, 80 എന്ന് പറഞ്ഞാൽ കമാൻഡ്, ഇത് NO ആണ്. ഇതിൻ്റെ ഈ പറഞ്ഞ NO സിഗ്നൽ വന്ന ശേഷം ഇതിലോട്ടാണ് കോണ്ടാക്റ്റ് വരുന്നത്. അപ്പോൾ ഇത്ര മനസ്സിലായല്ലോ, സെറ്റ് ചെയ്യുന്ന എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. ഇനിയിപ്പം നമുക്ക് കണക്ഷൻ നോക്കാം. 3 ടൈമർ ഞാൻ സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പവർ സപ്ലൈ എടുക്കാം. നമുക്ക് സ്റ്റാർ ഡെൽറ്റ കണക്ഷനിൽ നമുക്ക് വേണ്ടത് മെയിനായിട്ട് ഓൺ ഡിലേ ടൈമറാണ്. ഓഫ് ഡിലേ ടൈമറിൻ്റെ ആവശ്യം നമുക്കില്ല. മൾട്ടി ഫംഗ്ഷൻ റിലേ നമുക്ക് അതിനുവേണ്ടി യൂസ് ചെയ്യാം. അത് കുറച്ച് കോസ്റ്റ്ലിയാണ്. അപ്പോൾ നമുക്ക് നോർമലായിട്ട് വരുന്നത് ഓൺ ഡിലേ ടൈമറാണ്. അപ്പോൾ ഈ ന്യൂട്രൽ എല്ലാം കൂടെ ഞാൻ ഒരു കണക്ടർ വെച്ചിട്ട് ഈ ലൈറ്റിൻ്റെ ഇത് രണ്ടും കൂടെ എടുത്ത് ഇതിനകത്ത് കയറ്റി അതിൽ നിന്നൊരു ന്യൂട്രൽ എടുത്തിട്ട് ഇത് കോമൺ ന്യൂട്രൽ ആക്കിക്കൊണ്ട് ഇത് ന്യൂട്രൽ മെയിൻ ഇവിടെ കൊടുത്തു. എന്നിട്ട് ഇത് ടാപ്പ് ചെയ്തു. ഇതിനകത്ത് നിന്ന് പിന്നെ ഒരു ന്യൂട്രൽ ഞാൻ എടുത്തിട്ട് നമ്മുടെ ടൈമറിന് വേണ്ടി കൊടുക്കാം. ഇപ്പം നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ A1 ആണ്. A1 നമ്മൾ എപ്പോഴാണോ കമാൻഡ് വരുന്നത് ആ സമയത്താണ് നമുക്ക് ട്രിഗർ ചെയ്യേണ്ടത്. അല്ലാത്ത സമയത്തിൽ പവർ കാണത്തില്ല. ഒരു സാധനം ഓൺ ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൺ ആക്കുന്ന സമയം തൊട്ട് ഇത് കൗണ്ട് ഡൗൺ ആകും. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ A1 ആണെങ്കിൽ ഈ 15 നമുക്കൊരു സപ്ലൈ വേണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ലൂപ്പ് ഇട്ട് കൊടുക്കണം. ഈ ഫേസ് നമുക്ക് ലൂപ്പ് ഇടണം.
ഓക്കെ, അതിന് ഞാനൊരു ലൂപ്പ് സപ്ലൈ എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ ഈ പറഞ്ഞ കൂട്ട് ഈ കോമൺ എന്ന സംഭവം ഉണ്ടല്ലോ, ഇവിടെ നമ്മൾ ഈ സപ്ലൈ കൊടുക്കണം. അപ്പം നമ്മൾ എന്നാൽ മാത്രമേ ഇതിൽ ഔട്ട്പുട്ട് വരുത്തുള്ളൂ. ഇത് നമ്മൾ നോർമലി ഇത് ഈ കമാൻഡ് തന്നെ ആയിരിക്കും ഇവിടെ ലൂപ്പ് ചെയ്ത് കൊടുക്കുന്നത്. കാരണം ഈ സിഗ്നൽ വരുമ്പോൾ ഇത് വന്നാൽ മതി എന്നുള്ള ഇതിൽ. ഓക്കെ, അതിപ്പോൾ അവിടെ സപ്ലൈ ഇരുന്നുകൊണ്ട് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇത് ടൈമർ ഓഫ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഇതിൽ കൊടുക്കരുത്. ഈ ടൈമർ ഇൻ കേസ് ഓഫ് ആണെന്ന് കാണിക്കണം എന്നങ്ങനെ സ്വിച്ചോ കമാൻഡോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ഇവിടെ സപ്ലൈ കൊടുക്കേണ്ടതാണ്. എന്നാൽ മാത്രമേ ഇതിൽ നിന്ന് ഔട്ട്പുട്ട് വരത്തുള്ളൂ. നമുക്കിപ്പോൾ ആവശ്യം അങ്ങനെ ഓഫ് ആണെന്നുള്ള കാണിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് ലൂപ്പാക്കുവാണ്. ഇതിൽ സപ്ലൈ വരുമ്പോൾ മാത്രമേ ഇതിന് വരത്തുള്ളൂ ഔട്ട്പുട്ട്. ആ വരുന്ന സമയത്ത് ഇത് ഓഫ് ആണെന്നുള്ള കമാൻഡ് വരും. ഇൻ കേസ് നിങ്ങൾക്ക് ഇത് ഓഫാണ്, പാനൽ ഓൺ ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും കമാൻഡ് സാധനം വരുമ്പോൾ തന്നെ ടൈമർ ഓഫാണ് എന്നുള്ളൊരു ഇത് ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ ഇത് നോക്കിക്കോ, ടൈമർ ഇപ്പം ഞാൻ സെറ്റ് ചെയ്തേക്കുന്നത് 100 hourലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമുക്കത് കുറച്ചിട്ടൊരു 10 സെക്കൻഡ് വെച്ച് കൊടുക്കാം. 10 സെക്കൻഡ് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഇത് 1 to 10 സെക്കൻഡ് വെച്ചിട്ട് ഇത് ഫുള്ള് വെച്ച് കഴിഞ്ഞാൽ 10 സെക്കൻഡായി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ കമാൻഡ് 1 സെക്കൻഡിന് ശേഷം റണ്ണാകുന്നതും ഇത് ഡയറക്റ്റ് നമ്മുടെ കമാൻഡ് വന്നു എന്ന് കാണിക്കുന്നതിനുള്ള ഒരു ഇതുമാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. നമ്മൾ പവർ ഓൺ ആക്കിയ സമയം തൊട്ട് ഇത് കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായി. 10 സെക്കൻഡ് ആകുമ്പോഴത്തേന് കറക്റ്റ് ഈ ലൈറ്റ് ഓൺ ആകുന്നതായിരിക്കും. 10 സെക്കൻഡായി, അപ്പോൾ തന്നെ ഇത് ഓണായി. മനസ്സിലായല്ലോ? ഇതാണ് ഓൺ ഡിലേ ടൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഇത് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഓഫ് ചെയ്തിട്ട് കമാൻഡ് ഓഫ് ആക്കിയിട്ട് തിരിച്ച് ഓൺ ആക്കിയാൽ മാത്രമേ ഇത് 10 സെക്കൻഡ് കൗണ്ട് ഡൗൺ സ്റ്റാർട്ടാവും. ആ ഓൺ ആക്കുന്ന സമയം തൊട്ട് ഇത് കൗണ്ട് ഡൗൺ സ്റ്റാർട്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് 10 അല്ല, ഇപ്പം നമ്മൾ 6 to 60 സെക്കൻഡാണ് വെക്കുന്നത് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം വരുന്നത് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര, 6 വരും. പിന്നെ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വരും, 12 വരും, 12 6 18 വരും, 18 6 24 വരും. അപ്പോൾ നമുക്ക് 24 വേണമെന്നുണ്ടെങ്കിൽ 4 വെക്കണം. 4 വെച്ച് കഴിഞ്ഞാൽ 24 സെക്കൻഡ് ആകുമ്പോൾ ഇത് ഓണാവും. ഇപ്പോൾ നമുക്ക് കമാൻഡ് കൊടുക്കാം. കമാൻഡ് കൊടുത്തു, വന്നിട്ടുണ്ട് കമാൻഡ്. ഇപ്പോൾ കൗണ്ട് ഡൗൺ സ്റ്റാർട്ടായി. കറക്റ്റ് 24 സെക്കൻഡ് ആകുമ്പോഴത്തേന് ഇത് ഓണിലോട്ട് മാറും. നമുക്ക് സ്റ്റാർ ഡെൽറ്റ മോട്ടേഴ്സിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 10 സെക്കൻഡാണ് മാക്സിമം വരുന്നത്. അത് നമ്മൾ ഡിപ്പെൻഡ് ഓൺ ആംബിയർ കറണ്ട് കിലോ വാട്ട് അനുസരിച്ചാണ് നമ്മൾ അത് സെലക്ട് ചെയ്യുന്നത്. കണ്ടേ, കറക്റ്റ് 24 സെക്കൻഡ് ആയപ്പോഴത്തേന് നമുക്ക് ട്രിഗറായി ഔട്ട്പുട്ട് വന്നു. ഒന്നുകൂടെ ചെക്ക് ചെയ്യാം. ഇത് ഓൺ ഡിലേ ടൈമറിൻ്റെ ആണ് ഈ പറയുന്നത്. നമ്മൾ കമാൻഡ് കൊടുത്തു, കമാൻഡ് വന്നതിൻ്റെയാണ് കിടക്കുന്നത്. കറക്റ്റ് 24 സെക്കൻഡ് ആകുമ്പോൾ ഇത് ട്രിഗർ ആവും. ഓക്കെ, ഇത് ഓൺ ഡിലേ ടൈമറിൻ്റെ ആണ് നമ്മൾ ഈ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് ഓരോരോ സെക്കൻഡും കൗണ്ട് ചെയ്യുന്നതാണ്. ഓക്കെ, കറക്റ്റ് 24 സെക്കൻഡ് ആയപ്പം ഇത് ഹോൾഡായി ലൈറ്റ് വന്നു. എന്നുവെച്ചാൽ നമ്മുടെ ആ പറഞ്ഞ സെറ്റ് ചെയ്ത സമയത്ത് ഇത് ട്രിഗറായെന്ന് അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് ഓഫ് ഡിലേ ടൈമർ ചെക്ക് ചെയ്യാം. ഓഫ് ഡിലേ ടൈമിനും ഈ ഇതുപോലെ തന്നെ സെയിം കണക്ഷനാണ്. ഓഫ് ഡിലേ ടൈമിന് നമുക്ക് കണക്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ഒരു സിഗ്നൽ നമുക്ക് ആവശ്യമുണ്ട്, ഒരു ട്രിഗർ സിഗ്നൽ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, നമ്മൾ അതുകൊണ്ട് ഒരു സപ്ലൈ അതിന് പ്രത്യേകിച്ച് നമുക്ക് ആവശ്യമുണ്ട്. ഓഫ് ഡിലേക്ക് വരുമ്പോഴത്തേന് നമ്മൾ അതിൽ നിന്ന് തന്നെ നമ്മളൊരു വയർ ലൂപ്പ് ചെയ്തു. ഓക്കെ, നമുക്കിത് ഓഫ് ഡിലേ ടൈമാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ മെയിൻ സപ്ലൈ കൊടുത്തു, അതിൽ നിന്നൊരു ലൂപ്പ് എടുത്ത് 15 കോമണിൽ കൊടുത്തു. അതിൽ നിന്നൊരു വയർ നമ്മൾ ലൂപ്പ് എടുത്തത് ഒരു ട്രിഗർ, ഒരു സ്വിച്ച് കൊടുക്കാനായിട്ട് ഒരു NO സ്വിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് NO ആണ്, നോർമലി ഓപ്പൺ. ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ,
ഈ ഗ്രീൻ സ്വിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ആയിരിക്കും പുഷ് ചെയ്യുമ്പോഴാണ് ക്ലോസ് ആകുന്നത്. അതിൽ നിന്നൊരു ട്രിഗർ നമ്മൾ ഇതിലോട്ട് സിഗ്നൽ കൊടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഈ Y1 എന്ന് പറഞ്ഞ ഒരു പോയിന്റിലോട്ട് നമ്മൾ കൊടുക്കുന്നു. ഇത് സിഗ്നലിൻ്റെ ആണ്. ഈ ഒരു Y1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Y1 കൊടുത്തു, മനസ്സിലായല്ലോ. ഇതാ ഇത് നേരെ ഈ സ്വിച്ച് എടുത്തിട്ട് ഇത് രണ്ട് സ്വിച്ചിൽ പോൾ കണക്ട് ചെയ്തിട്ട് സെയിം ജസ്റ്റ് പുഷ് ചെയ്താൽ ഇത് കോണ്ടാക്റ്റ് ആവും. അത്രേ ഉള്ളൂ ഇതിൻ്റെ ഫങ്ഷൻ. ഇതൊക്കെ വെച്ചിട്ട് ഞാൻ നല്ല അടിപൊളി സർക്യൂട്ടുകൾ, നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോകളിൽ ചെയ്യാൻ പറ്റിയ സർക്യൂട്ടുകളൊക്കെ ഞാൻ ചെയ്യുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അത് ഞാൻ ലൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ ഈ സപ്ലൈ ഇങ്ങോട്ട് പാസ്സാവും. ഓക്കെ, അത് മനസ്സിലായല്ലോ. പിന്നെ നമുക്ക് വേണ്ടത് ഇവിടെ ന്യൂട്രലാണ് വേണ്ടത്. ന്യൂട്രൽ കൊടുക്കാം. ന്യൂട്രൽ കൊടുത്തു. ഓക്കെ, ഞാനിപ്പോൾ ഇതിന് ഓഫ് ടൈമിന് വേണ്ടി ഒരു ലൈറ്റേ കൊടുത്തിട്ടുള്ളൂ. ഇത് നമ്മൾ ഈ പവർ നമ്മൾ ഇത്ര സെക്കൻഡ് കഴിയുമ്പോൾ നമുക്ക് ഓഫ് ആകണം. ഇപ്പോൾ ഒരു ട്രിഗർ കൊടുത്തു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു പൾസ് കൊടുത്തു കഴിഞ്ഞാൽ, ഒരു കോളിംഗ് ബില്ലിൻ്റെ സ്വിച്ച് ആയാലും ജസ്റ്റ് ട്രിഗർ കൊടുത്തു കഴിഞ്ഞാൽ ഇത്ര സെക്കൻഡ് കഴിയുമ്പോൾ അത് ഓഫ് ആകണം. അതാണ് ഓഫ് ടൈമർ എന്ന് പറഞ്ഞാൽ. മറ്റേത് ഓൺ, RAMU, രാമു ഓൺ ഡിലേ ടൈമറാണ്. RCMU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് RCMU ആണ്. RCMU എന്ന് പറഞ്ഞാൽ ഓഫ് ടൈമറാണ്, ഓഫ് ഡിലേ ആണ്. അപ്പോൾ നമുക്ക് പവർ കൊടുത്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്, സെറ്റിങ്സ് നമുക്കൊരു ഈ ഒരു 24 സെക്കൻഡ് വെക്കാം. 4 വെച്ചു. 6 to 60 വെച്ചിട്ട് സെക്കൻഡിൽ വെച്ചിട്ട് ഞാൻ 4 വെച്ചിട്ടുണ്ട്. നോക്കാം, പവർ കൊടുക്കുവാണ്. പവർ കൊടുത്തു കഴിയുമ്പോഴത്തേന് ഇത് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ചെറിയൊരു ഫ്ലാഷ് മാത്രം. ഇത് ഓൺ ആണെന്നുള്ളൊരു ഇത് മാത്രമേ ഉള്ളൂ. ഇനി ഇത് കമാൻഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു Y1 സിഗ്നൽ പോകണം. അപ്പോൾ ഈ 50 ഞാൻ ലൂപ്പ് ചെയ്തിട്ടുണ്ട്. ഇത് മൊത്തം ഒറ്റ സപ്ലൈ ആണ്, ലൂപ്പിംഗ് ആണ്. അപ്പോൾ ഞാൻ ഇതൊന്ന് ട്രിഗർ ചെയ്യുകയാണ്. ട്രിഗർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ട്രിഗർ ചെയ്യുമ്പോൾ ട്രിഗർ ചെയ്തു, സപ്ലൈ വന്നു, കമാൻഡ് വന്നു, കിടക്കുവാണ്. ഇത് നമുക്ക് 24 സെക്കൻഡ് ആകുമ്പം ഓഫ് ആവും. ഞാൻ 24 സെറ്റ് ചെയ്തേക്കുന്നത്. 24 സെക്കൻഡ് ആകുമ്പോൾ ഇത് ഓഫ് ആവും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റ് ഇടണം. അപ്പം വേണ്ട, പിന്നെ ഞാൻ ഒന്നുകൂടെ ഒന്ന് ട്രിഗർ കൊടുക്കുവാണ്. ടൈം സെറ്റ് ചെയ്യുന്നത് മനസ്സിലായല്ലോ. അത് ഞാൻ ഇത്ര പെട്ടെന്ന് വീഡിയോ ഇതാകാൻ വേണ്ടിയാണ്, അല്ലെങ്കിൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതെ, ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കമാൻഡ് വരും. ഇപ്പോൾ 1 മണിക്കൂറാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നതെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞ് ഇത് ഓഫ് ആകത്തുള്ളൂ. ഓക്കെ, ട്രിഗർ ചെയ്ത് അങ്ങ് വിട്ടേക്കോ ഇതിൽ. ഓക്കെ, അങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം നോക്കിയോ, ഇപ്പം 24 സെക്കൻഡ് കഴിയുമ്പോഴത്തേന് ഇത് ഓഫ് ആവും. നോക്കാം, ഇത് ഓരോ സെക്കൻഡും കൗണ്ടിങ് ആണ്. സെക്കൻഡ് കഴിയുമ്പം കട്ട് ഓഫ് ആയി. പിന്നെയും നോർമൽ ഒരു ഫ്ലാഷ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. കൗണ്ടിങ്ങിൻ്റെ ഫ്ലാഷ് അല്ല, ഇത് ഓൺ ആണെന്ന് കാണിക്കാനുള്ളൊരു ഫ്ലാഷാണ്. ഓക്കെ, സംഭവം പിടികിട്ടിയല്ലോ. ഇനി നമുക്ക് ഒരു ടൈമറുണ്ട്, മൾട്ടി ഫങ്ഷൻ ടൈമർ. ഇപ്പോൾ ഓക്കെ ആണോ? ഇത് ഓക്കെ അല്ലേ? ഇത് ചെക്കിങ് മനസ്സിലായല്ലോ എങ്ങനെയാണെന്ന്. അപ്പോൾ നമുക്ക് പവർ ഓഫ് ചെയ്യാം. ഇതിൽ നമുക്ക് സെയിം കണക്ഷൻ തന്നെ കൊടുക്കാം. ഇതിന് മൂന്നാമത്തൊരു സെലക്ടർ സ്വിച്ച് ഉണ്ട്. അപ്പം നമുക്ക് ഇത് കണക്ട് ചെയ്യാം, സെയിം കണക്ഷൻ തന്നെ ചെയ്യാം. ന്യൂട്രൽ കൊടുത്തു. അപ്പോൾ ഈ ലൈറ്റിൻ്റെയും ഇതിൻ്റെ എല്ലാം ഒരു ന്യൂട്രൽ ലിങ്ക് കൊടുത്തിട്ട് നമ്മൾ ഇതിലോട്ടൊരു പോയിന്റ് ന്യൂട്രൽ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് സെയിം തന്നെ കൊടുക്കാം. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്തും പൾസ് കൊടുക്കേണ്ടതായിട്ടുണ്ട് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ. ഇത് ഊരിയിട്ട് സെയിം കണക്ഷൻ തന്നെ കൊടുക്കാം. ഫേസ് എടുത്തു.
ലൂപ്പ് എടുത്തു, ഫേസ് ലൂപ്പ്. കുറച്ച് സ്ലോ ആയിരിക്കും, എന്നാലും വീഡിയോ പരമാവധി മാക്സിമം കാണാൻ ശ്രമിക്കുക, അല്ലെ പിന്നെ നമ്മൾ കണ്ടിട്ട് കാര്യമില്ല. ഓക്കെ, ഇത് ഞാൻ ട്രിഗർ ചെയ്യാൻ വേണ്ടി ഒരു പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെയിം തന്നെ സപ്ലൈ എല്ലാം ലൂപ്പ് ചെയ്ത് ട്രിഗർ ചെയ്യാൻ വേണ്ടി ഒരു NO കോണ്ടാക്റ്റിൽ നിന്ന് ഇത് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിനകത്തിൽ സംഭവം എല്ലാം സെയിം തന്നെയാണ്, ടൈം സെറ്റ് ചെയ്യുന്നതെല്ലാം സെയിം ആണ്. അപ്പോൾ നമുക്കൊരു 10 സെക്കൻഡ് ഇട്ടിട്ട് നമുക്ക് ഫസ്റ്റ് ഈ A1 AHBCDIACBW ഇത് ഓരോരോ സെലക്ഷൻസ് ആണ്, ഏതൊക്കെ മോഡൽ വേണമെന്ന് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്തൊക്കെയാണ് സെലക്ഷൻ എന്തൊക്കെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 7 പൊസിഷൻസിൽ നമുക്കിത് വർക്ക് ചെയ്യിക്കും, പക്ഷേ 2 നമുക്ക് ഇത് സിമിലർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ ടെസ്റ്റ് ചെയ്ത കൂട്ടത്തിൽ. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഫസ്റ്റ് വെച്ചേക്കുന്നത് എയിലാണ്. എയിൽ വെച്ച് A എന്ന് പറഞ്ഞ ഒരു പോയിന്റിൽ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് AHBCDRACBW ഇത്രയാണുള്ളത്. നമുക്ക് ഫസ്റ്റ് ഞാൻ എയിലാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, എയിൽ സെലക്ട് ചെയ്തു. ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 സെക്കൻഡാണ് വെച്ചിരിക്കുന്നത്. 1 to 10 സെക്കൻഡിൽ 8ലാണ് ഞാൻ സെലക്ട് ചെയ്യുക, അപ്പോൾ 8 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഞാനിത് ഓൺ ചെയ്യുകയാണ്. ഓൺ ചെയ്തപ്പോൾ കമാൻഡ് വന്നു, 8 സെക്കൻഡാണ്. 8 സെക്കൻഡ് കഴിയുമ്പം ഇത് ഓൺ ആവും. അതാണ് 8 സെക്കൻഡ് കഴിയുമ്പം ഇത് ഓണായി. അപ്പം ഇത് ഓൺ ഡിലേ ടൈമറായിട്ട് പ്രവർത്തിക്കുന്നു A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിനി അടുത്തത് H ഒന്ന് സെലക്ട് ചെയ്യാം. നമ്മളിത് ഓരോ സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് റീസെറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഓഫ് ചെയ്തിട്ട് ഓൺ ആക്കിയാൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. നമ്മളിപ്പോൾ അടുത്ത് സെലക്ട് ചെയ്തിരിക്കുന്നത് H ആണ്. H സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓഫ് ചെയ്തു ഓൺ ചെയ്യാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ഡിലേ ടൈമായിട്ട് വർക്ക് ചെയ്യുകയാണ്. പവർ കൊടുക്കുമ്പോൾ തന്നെ ഓണായി, അത് കഴിയുമ്പം ഇത്ര സെക്കൻഡ് കഴിയുമ്പോഴത്തേന് ഓഫായി. ഓക്കെ, ഒന്നുകൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. പവർ കൊടുക്കുന്നു, കറക്റ്റ് അപ്പോൾ തന്നെ ഓണായി. ഓണായി കഴിഞ്ഞ ശേഷം ഇത്ര സെക്കൻഡ് കഴിയുമ്പോഴത്തേന് ഓഫാകുന്നു. നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന സമയം കഴിയുമ്പോൾ 8 സെക്കൻഡാണ് ഓഫാവും. അടുത്ത് നമുക്ക് സെലക്ട് ചെയ്യാം. ഇത് B ആണ്. HB ഓഫ് ചെയ്യുന്നു, പവർ ഓഫ് ചെയ്യുന്നു, റീസെറ്റ് ചെയ്യുന്നു. ഇത് നമുക്ക് പൾസ് കൊടുത്താൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ് ഡിലേ ടൈമാണ്. നമ്മൾ പൾസ് കൊടുക്കുമ്പോൾ ഓൺ ആവും, ഇത്ര സെക്കൻഡ് കഴിയുമ്പം ഓഫ് ആവും. നമ്മളൊന്ന് പൾസ് കൊടുത്ത് നോക്കാം. ഇതാണ് പുഷ് ബട്ടൺ. പൾസ് കൊടുക്കുകയാണ്. പൾസ് കൊടുത്തു. നമുക്ക് അവിടുന്ന് ട്രിഗർ ചെയ്യാണ്ടൊരു സപ്ലൈ കൊടുക്കണം. ഈ Y1 ട്രിഗർ ചെയ്തു, 10 സെക്കൻഡ് കഴിയുമ്പോൾ ഓഫായി. ഇത് അടുത്ത സെലക്ഷനാണ്. മറ്റേന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിരുന്നു. ഇത് പൾസ് കൊടുത്താൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അടുത്ത് നമുക്ക് സെലക്ട് ചെയ്യാം. അടുത്ത പറഞ്ഞാൽ C ആണ്. എന്താ ഫങ്ഷൻ നോക്കാം. ഇത് രണ്ടും ഒരേ ഫങ്ഷനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സെയിം ഫങ്ഷൻ തന്നെയാണ് Cയും Bയും ഒക്കെ. ഇത് സെയിം തന്നെ ക്ലിക്ക് ചെയ്തു. അത് കഴിയുമ്പോൾ ഇത്ര സെക്കൻഡ് കഴിയുമ്പോഴത്തേന് ഓഫ് ആവുന്നു. അത് രണ്ടും Bയും Cയും സിമിലർ ഫങ്ഷൻ തന്നെയാണ്. 8 സെക്കൻഡ് ആയപ്പം അത് തിരിച്ച് ഓഫായി. അടുത്ത് നമുക്ക് നോക്കാം DR എന്ന് പറയുന്ന സെലക്ഷൻ. നമ്മളിതും DR സെലക്ട് ചെയ്തിട്ട് പവർ ഓഫ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഓണാക്കി. DR നമുക്ക് ഓൺ ഓഫ് അങ്ങനെ ഒരു സിസ്റ്റമാണ്. അത് ആ ഒരു ഫങ്ഷനാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടൈം ഒന്ന് കുറച്ച് വെച്ച് നോക്കാം. അപ്പോഴേ നമുക്ക് കറക്റ്റായിട്ട് അത് കാണാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ 0.1 സെക്കൻഡ് to 1 സെക്കൻഡാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. ഞാൻ അത് ഒന്ന് ഇതൊരു 1 സെക്കൻഡ് ആയി കൊടുക്കാം. ഓണാക്കി. ഇത് ഇങ്ങനെ 1 സെക്കൻഡിൽ ഓൺ ഓഫ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ ഒന്നും ചെയ്യേണ്ട, കമാൻഡ് വന്നാൽ മാത്രം മതി. നമുക്ക് ഇതിൻ്റെ സ്പീഡ് നമുക്ക് കൂട്ടി കൊടുക്കാം. എന്ന് വെച്ചാൽ നമ്മൾ സെക്കൻഡ് കുറച്ച് കൊടുത്താൽ മതി. സെക്കൻഡ് കുറച്ച് കൊടുക്കുമ്പോൾ ഇതിൻ്റെ സ്പീഡ് ഇങ്ങനെ കൂടും. 0.2 സെക്കൻഡ് ആയിപ്പം ഇതിപ്പോൾ 0.1 സെക്കൻഡ്,
0-1 സെക്കൻഡിൽ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. അത് DR എന്ന് പറഞ്ഞൊരു ഇതാണ്. ഇത് മാറ്റി നമ്മൾ സെക്കൻഡ് കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 1 സെക്കൻഡിലോട്ട് നമ്മൾ കൊടുക്കുവാണ്. 1 സെക്കൻഡ് വെക്കുമ്പോഴത്തേന് ഓൺ ഓഫ് അങ്ങനെ വർക്ക് ചെയ്യും. പിന്നെ നമ്മൾ ഇതിൻ്റെ ഡിലേ ടൈം വേണമെങ്കിൽ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഇത് 10 സെക്കൻഡ് വെച്ച് കഴിഞ്ഞാൽ 10 സെക്കൻഡ് കഴിയുമ്പോൾ ഓഫ് ആവും, 10 സെക്കൻഡ് കഴിയുമ്പോൾ ഓൺ ആവും. അങ്ങനെ ഇത് വർക്ക് ചെയ്യും. നമുക്ക് സമയം കളയണ്ട. ഒന്നുകൂടെ കുറച്ച് വെച്ച് നോക്കാം. 1 സെക്കൻഡ് കൊടുത്തു കഴിഞ്ഞാൽ 1 സെക്കൻഡ്, 2 സെക്കൻഡ്, 2 സെക്കൻഡ് കൊടുത്താൽ 2 സെക്കൻഡ് ആകുമ്പോഴത്തേന് മാറി കയറി ഇത് വർക്കാവും. ഓക്കെ, അതാണ് അതിൻ്റെ ഫങ്ഷൻ. ഇപ്പോൾ നമ്മൾ അടുത്ത് നോക്കുന്ന AC എന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇതിൻ്റെ ഈ ഒരു ഇൻപുട്ട് ഇത് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇൻപുട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കണം. ജസ്റ്റ് പിടിച്ചാൽ പറ്റില്ല. ഇതിങ്ങനെ വരുമ്പോൾ ആ പൾസ് കൊടുക്കുമ്പോൾ ഇങ്ങനെ ആ ലൈറ്റ് ഇവിടെ കത്തുന്നുണ്ടോ നിങ്ങൾ ഇവിടെ പുഷ് ചെയ്യുമ്പോൾ ഇത് നമ്മൾ ഹോൾഡ് ചെയ്ത് പിടിക്കണം. ഹോൾഡ് ചെയ്ത് പിടിച്ചു, 1 സെക്കൻഡ് കഴിയുമ്പോൾ ഓണായി, വിട്ട് കഴിഞ്ഞാൽ ഓഫായി. ഹോൾഡ് ചെയ്ത് പിടിച്ചു, കൈ എടുത്തു കഴിഞ്ഞാൽ ഓഫാവും. അത് ഡിലേ ടൈമാണ് കേട്ടോ. ആ ടൈം കൂട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡിലേ ആയാലും ഓഫ് ആകത്തുള്ളൂ. പുഷ് ചെയ്തു, അത്രയും സെക്കൻഡ് നമ്മൾ പുഷ് ചെയ്ത് പിടിക്കേണ്ടി വരും. അന്നേരം വിട്ടു. എത്ര സെക്കൻഡാണോ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അത്ര സെക്കൻഡ് നമ്മൾ പുഷ് ചെയ്ത് പിടിക്കണം. ഇപ്പം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് 5 സെക്കൻഡാണ്. 5 സെക്കൻഡ് നമ്മൾ പുഷ് ചെയ്ത് പിടിക്കണം. അപ്പോൾ 5 സെക്കൻഡ് കഴിയുമ്പം അതേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ കൈ എടുത്ത് കഴിഞ്ഞാൽ 5 സെക്കൻഡ് കഴിയുമ്പം ഓഫ് ആവും. ഓക്കെ, അടുത്ത ഫങ്ഷൻ എന്ന് പറഞ്ഞാൽ BW എന്ന് പറഞ്ഞൊരു ഫങ്ഷനാണ്. ഏത് സെറ്റ് ചെയ്താലും നമ്മൾ ഓഫ് ചെയ്യണം, ഓഫ് ചെയ്തിട്ട് ഓൺ ചെയ്യണം. ഇതിനും നമുക്ക് പൾസ് കൊടുക്കണം. പൾസ് കൊടുക്കുന്നു, ഓണാക്കുന്നു, 5 സെക്കൻഡ് ഓഫ് ടൈം. ഇതും സെയിം ഓഫ് ഡിലേ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പവർ കൊടുക്കുമ്പോൾ ഓഫ് ആവുന്നു. ഇതും സെയിം പൾസ് കൊടുത്താൽ മാത്രമേ ഉള്ളൂ ഓഫ് ഡിലേ. പൾസ് കൊടുക്കുമ്പോൾ ഓഫ് ഡിലേ വർക്ക് ചെയ്യുന്നു. സംഭവം മനസ്സിലായല്ലോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു ഓൾമോസ്റ്റ് ടൈമർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഓൺ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഓഫ് എങ്ങനെ വർക്ക് ചെയ്യുന്നത് എല്ലാം മനസ്സിലായല്ലോ. ഇനി ഇത് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർ ഡെൽറ്റയുടെ കണക്ഷൻ ചെയ്യാൻ പോകുന്നത്. അത് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു ഇത്രയും DOL പിന്നെ നമ്മുടെ ഇൻ്റർലോക്ക്, ടൈമർ ഇതെല്ലാം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ സ്റ്റാർ ഡെൽറ്റ ചെയ്യുന്നത്. അപ്പോൾ ഇത് മൂന്നിനെക്കുറിച്ചും അറിഞ്ഞാൽ മാത്രമേ ആ സമയത്ത് ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആയിപ്പോവും. ഇത് 3 ഐറ്റം കൂടെ ഒരുമിച്ച് ഒരു സിസ്റ്റത്തിൽ വരുന്നതാണ് ഈ സ്റ്റാർ ഡെൽറ്റ എന്ന് പറഞ്ഞത്. സ്റ്റാർ ഡെൽറ്റയ്ക്ക് ഇൻ്റർലോക്ക് വരുന്നുണ്ട്, ടൈമർ വരുന്നുണ്ട്, മോട്ടറിൻ്റെ ചേഞ്ച് ഓവർ, സ്റ്റാറിൽ നിന്ന് ഡെൽറ്റ ആയിട്ട് പോകുന്നതിൻ്റെ വയറിങ്, പവർ വയറിങ് വരുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.